ഒരുപാട് ആളുകൾ എപ്പോഴും സൂചിപ്പിക്കുന്നൊരു പ്രയാസമാണ് ലഹരി ഉപയോഗം. കള്ളുകുടി. കള്ളുകുടി മാത്രമാണോ ലഹരി ഉപയോഗം? അല്ല. ലഹരി എന്ന് പറയുമ്പോൾ നിർത്താൻ പറ്റാതെ നമ്മൾ കൊണ്ട് നടക്കുന്ന എല്ലാ ദുശീലങ്ങളും ലഹരി ഉപയോഗമാണ്. അത് കള്ളാവാം, കഞ്ചാവാകാം, ഹാൻസാകാം, എന്തുമാകാം. അതല്ലെങ്കിൽ ദുഷിച്ച കൂട്ടുകെട്ടാവാം. അതൊക്കെ ഒരു മോശം സ്വഭാവമാണല്ലോ. ഇതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ ചില ഉമ്മമാർ വന്ന് പറയാറുണ്ട്, ഉസ്താദേ, എൻ്റെ മകൻ്റെ ആ കൂട്ടുകെട്ടൊന്ന് വിട്ടുകിട്ടിയാൽ എൻ്റെ മകൻ ഒരുപാട് നന്നാവും. കൂട്ടുകാരാണ് അവനെ കേടുവരുത്തുന്നത്. എന്നാൽ എല്ലാ കൂട്ടുകാരും അങ്ങനെയാണെന്നല്ല, ചില കൂട്ടുകാർ അങ്ങനെയാണ്. ഏതായിരുന്നാലും ഇന്ന് നമ്മൾ പറയുന്ന അമല് മോശം സ്വഭാവം, ലഹരി ഉപയോഗം, പ്രധാനമായും കള്ളുകുടി. ഈ അടുത്തായിട്ട് കള്ളു കുടിക്കുന്ന ഒരു മകനെയും കൊണ്ട് ഒരു മാതാവ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ മാതാവിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് ആ മകൻ പറയുന്നു, ഉസ്താദേ, ഞാൻ കള്ളു കുടിക്കും, എനിക്കത് നിർത്താൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ അത് നിർത്താൻ കഴിയണില്ല. എത്ര ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും ഞാൻ അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിർത്താൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ മകൻ വന്നിരുന്നു. അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാഴ്ചയാണ്. കാരണം ലഹരി ഉപയോഗം നിർത്താൻ ആഗ്രഹിച്ചിട്ട് വന്നല്ലോ. എന്നാൽ പല മാതാപിതാക്കളും ഇവിടെ വരാറുള്ളത് മക്കളറിയാതെ അല്ലെങ്കിൽ ഭർത്താവ് അറിയാതെയാണ് വന്നിട്ട് പറയാറുള്ളത് ലഹരി ഉപയോഗം നിർത്താൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇന്നത്തെ അമല് പഞ്ചസാര കൊണ്ട് നമുക്ക് ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ഹൃദയം ഒന്ന് നന്നാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇത് വലിയ പണിയൊന്നുമില്ല. നമ്മളിതിന് മുമ്പ് ഒരു പ്ലേറ്റ് എഴുതി കുടിക്കുന്ന ഒരു അമല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾക്കത് റിസൾട്ട് കിട്ടി. ആ വീഡിയോയിലെ കമൻറ്റ് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ആളുകൾ, ഒരുപാട് ഉമ്മമാർ പറയുന്നുണ്ട്, ഉസ്താദേ അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് മാറ്റം കിട്ടി. ചില ആളുകൾ പറഞ്ഞു, ഉസ്താദേ, ഇത് എഴുതി കൊടുത്തപ്പോൾ നല്ല മാറ്റം ഉണ്ടായി, പക്ഷേ വീണ്ടും ഇത് തുടങ്ങുന്നുണ്ട്, അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഒന്നും കൂടി എഴുതി കൊടുക്കണമെന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. അപ്പോൾ അത് എഴുതി കൊടുക്കാൻ പറ്റാത്ത, പ്ലേറ്റ് എഴുതാൻ അറിയാത്ത ആളുകൾ, കൂടുതലൊന്നും ഓതാനൊന്നും അറിയില്ല, എന്നാൽ ഈ ലഹരി ഉപയോഗം നിർത്തും വേണം, അങ്ങനെയുള്ള ആളുകൾ മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. പഞ്ചസാര എടുക്കുക. പഞ്ചസാരയിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമ കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ. മനസ്സിലായ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമം ബിസ്മില്ലാഹി റഹ്മാനി റഹീം, കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമം, അള്ളാഹുവിനെ കൊണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആ ഒരു ആയത്ത് 786 തവണ ഒരു ഗ്ലാസ് വെള്ളത്തിൽ, അതല്ലെങ്കിൽ പഞ്ചസാരയിൽ, മധുരത്തിൽ മന്ത്രിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പഞ്ചസാരയിൽ 786 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മന്ത്രിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പഞ്ചസാര ഈ വ്യക്തിക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാം, വെള്ളം കലക്കി കൊടുക്കാം, എന്തും പറ്റും. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ കഴിക്കാൻ പറ്റും. എങ്ങനെയെങ്കിലും ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുടെ വയറ്റിലേക്ക് ഈ പഞ്ചസാര എത്തിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രാധാന്യം. അപ്പം ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ, ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ കൊടുക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ എല്ലാ ദിവസവും ഇത് ചെയ്യണോ എന്നൊക്കെ ചോദിക്കും. മാക്സിമം ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ കൊടുത്തിട്ട് കാര്യമില്ല. ഈ ലഹരി ഉപയോഗം എന്നൊക്കെ പറയുമ്പോൾ വർഷങ്ങളായിട്ടുള്ള ഉപയോഗമാണെങ്കിൽ കുറച്ച് ദിവസം, മാസങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഈ അമൽ ചെയ്യണം. എങ്കിലേ നിങ്ങൾക്കിതിന് മാറ്റം കിട്ടുകയുള്ളൂ. 1 ദിവസം 2 ദിവസം 4 ദിവസം ചെയ്തിട്ട് അത് വലിയ മാറ്റമൊന്നുമില്ല എന്ന് പറയരുത്. മുള്ളെടുക്കുന്നത് പോലെ നമുക്ക് ഒന്നും മാറ്റിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, നല്ല നിയത്ത് വെച്ചിട്ട്
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 786 തവണ ഈ പഞ്ചസാരയിൽ മന്ത്രിച്ച് ഈ വ്യക്തിക്ക് കൊടുക്കാം. ഇനി പഞ്ചസാര അലർജിയുള്ള ഷുഗറുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളത്തിൽ മന്ത്രിച്ച് കൊടുക്കാനും പറ്റും. ഇൻഷാ അല്ലാഹ് എത്ര മാസം നിങ്ങൾക്കിത് കൊടുക്കാൻ പറ്റുമോ അത്രയും മാസങ്ങളോളം ഇത് കൊടുക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു വലിയ മാറ്റം തരട്ടെ. നമ്മുടെ നാടും നഗരവും നമ്മുടെ ചെറുപ്പക്കാർ വരും തലമുറകളൊക്കെ വല്ലാതെ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അതിൽ നിന്നൊക്കെ അവരെയും നമ്മളെയും നമ്മളെ കൂട്ടുകുടുംബത്തിൽപ്പെട്ടവരെയും മക്കളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക്, നിങ്ങളുടെ കൂട്ടുകുടുംബത്തിലൊക്കെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കാനും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാൻ വരുന്നവർ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും നിങ്ങൾക്ക് നേരിട്ട് കാണാൻ വരാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ എങ്ങനെ ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.